ഒരു ചെറിയ ടീ ബാഗ് ഒരു 3 ലിറ്റർ വെള്ളം തിളച്ചതിനകത്ത് ഇട്ട് വെച്ചാൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻസ് ബോഡിയിൽ സർപ്ലസ് ആയിട്ടുണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബോഡിയെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആക്കാൻ പറ്റും. ആ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച്നെസ് ആണ് ഏറ്റവും പ്രാധാന്യം തൊലിയുടെ സൗന്ദര്യത്തിന്. നല്ല ആരോഗ്യപ്രദമായ ഒരു ശരീരത്തോടൊപ്പം നമ്മൾ സൗന്ദര്യം അർഹിക്കുന്ന ഒരു ശരീരവും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നല്ലൊരു ശരീരത്തിന് ആഹാരത്തിനുള്ള പങ്ക് എന്നതിനെക്കുറിച്ച് നമ്മോടിന്ന് സംസാരിക്കുന്നത് പ്രമുഖയായ ഫിറ്റ്നസ് എക്സ്പേർട്ട് ശ്രീമതി ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ അവർക്കാണ്. നമസ്കാരം മാം. ഇപ്പോൾ ഈ ഒരു ആഗോള താപനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഭയങ്കര ചൂടും പൊല്യൂഷനും പൊടിപടലങ്ങളും. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ജനം പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്കിന്ന് അല്ലെ, സൗന്ദര്യത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന നമ്മുടെ സ്കിന്ന് ഒത്തിരിയധികം മോശം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ കുട ചൂടി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. കുട ചൂടി കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ ഒത്തിരി രോഗങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാൻ, ഒഴിവാക്കാം നമ്മുടെ ദൈനംദിന ചിട്ടകളിലൂടെയും ഭക്ഷണക്രമങ്ങളിലൂടെയും? തീർച്ചയായും നമ്മുടെ തൊലിയുടെ സൗന്ദര്യവും ആരോഗ്യവും നിലനിർത്താൻ അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ ഏറ്റവും സഹായിക്കുന്നത് അത്യാവശ്യത്തിനുള്ള വെള്ളമാണ്. അതോടൊപ്പം തന്നെ പ്രോട്ടീന് നല്ല ഒരു റോളുണ്ട്. അതോടൊപ്പം തന്നെ വൈറ്റമിൻസിന്, മിനറൽസിന്, നാരുകൾക്ക്, നല്ല കൊളസ്ട്രോളിന്, ഇതെല്ലാം ഒരുമിച്ച് ഈ പറഞ്ഞ കലോറിയുടെ കാര്യം അവിടെ കുറവാണ്. അതിൻ്റെ റോള് വളരെ കുറവാണ്. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഏതൊരു കാര്യത്തിനും ഒരു ആരോഗ്യകരമായ ഒരു ശരീരമാവട്ടെ, ഈ ജീവിതശൈലി രോഗങ്ങളില്ലാത്ത ഒരു ശരീരമാവട്ടെ, അതിനെല്ലാം തന്നെ ബേസിക്കായിട്ട് വേണ്ട അത്യാവശ്യ കാര്യം ന്യൂട്രിയൻ ബേസ്ഡ് ഡയറ്റ് തന്നെയാണ്. പോഷകപ്രധാനമായ ഭക്ഷണം തന്നെയാണ്. അതാണ് രസം. അപ്പോൾ ഈ കലോറി എന്ന് പറയുന്നതിന് വലിയ റോളൊന്നുമില്ല കുറേ കാലം കഴിയുമ്പോൾ എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതനുസരിച്ച് നിങ്ങൾ ഭക്ഷണക്രമം ഒന്ന് മാറ്റിയാൽ മതി. സ്കിന്നും ഒക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. പ്രായം ഭയങ്കരമായിട്ട്, ചുളിവുകൾ ഭയങ്കരമായിട്ട് കുറയും, നിറം നന്നായിട്ട് കൂടും. എന്തുകൊണ്ട് ചുളിവുകൾ വരുന്നു, എന്തുകൊണ്ട് നിറം കുറയുന്നു എന്നുള്ള കാര്യം ഞാൻ പറയാം. ചുളിവുകൾ വരുന്നതിൻ്റെ കാരണം ഫ്രീ റാഡിക്കൽ അക്യൂമുലേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രീ റാഡിക്കൽ അക്യൂമുലേഷൻ ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു അൺസ്റ്റേബിൾ ആറ്റമാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. നമ്മൾ ഈ ശ്വാസം വലിച്ചു വിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ ഫ്രീ റാഡിക്കൽ. അത് ഭയങ്കര വിഷപ്പാട്ടിയാണ്. എന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മുടെ രക്തത്തിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇയാളെ പിടിച്ചു കെട്ടാൻ തക്ക ആവശ്യത്തിന് ആൻറ്റി ഓക്സിഡൻറ്റ് ശരീരത്തിലില്ല എങ്കിൽ ഇയാൾ എവിടെങ്കിലുമൊക്കെ കയറി ഉള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും. ഇവിടെയാണ് ഫ്രീ റാഡിക്കലിന് പിടിച്ചു കെട്ടാൻ വേണ്ട ആൻറ്റി ഓക്സിഡൻസിൻ്റെ പ്രസക്തി. ഈ ആൻറ്റി ഓക്സിഡൻസ് ആവട്ടെ നമ്മുടെ ശരീരത്തിൽ ഒരു പരിധിവരെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു ബിൽറ്റ് ഇൻ മെക്കാനിസം ഉണ്ട്. സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടൈസ്, കാറ്റലൈസ്, ഗ്ലൂട്ടാത്തൈൻ പെറോക്സിഡൈസ്, ഇങ്ങനെയുള്ള ചില എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് നമ്മുടെ ശരീരത്തിൽ ഒരു പരിധിവരെ ഇയാളെയൊക്കെ പിടിച്ചു കെട്ടും. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, ഇവിടെ ഈ തൊടുമ്പം ഈ പ്ലാസ്റ്റിക്കിനകത്ത് ഫ്രീ റാഡിക്കൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സൗണ്ട് ഭയങ്കര അമിതമായ ശബ്ദത്തിലുള്ള സൗണ്ടിനകത്ത് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്, പെയിന്റിനകത്ത് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. എല്ലായിടും സർവം വിഷമയം എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോഴുള്ള ഭക്ഷണത്തിലൊക്കെ ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ പിടിച്ചു കെട്ടാനുള്ള ആവശ്യത്തിനുണ്ടോ ആൻറ്റി ഓക്സിഡൻസ്? ഇല്ല. അവിടെയാണ് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഇലക്കറികളുടെയും പ്രസക്തി. ഇതിനകത്ത് മൂന്നിലും വളരെയധികമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ അവിടെയാണ് ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ, റെഡ് ടീ എന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഒരുതരം ഇല തൈലകളാണ്. ഇവയിൽ ഭയങ്കരമായിട്ട് വളരെ കൂടിയ അളവിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ ടീ ബാഗ് ഒരു 3 ലിറ്റർ വെള്ളം തിളച്ചതിനകത്ത് ഇട്ട് വെച്ചാൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻസ് ബോഡിയിൽ സർപ്ലസ് ആയിട്ടുണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബോഡിയെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആക്കാൻ പറ്റും. ആ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച്നെസ് ആണ് ഏറ്റവും പ്രാധാന്യം തൊലിയുടെ സൗന്ദര്യത്തിന്. എത്ര ചുളിവുകൾ, ഭയങ്കര അകാലമായിട്ടുള്ള ചുളിവുകൾ കംപ്ലീറ്റ് അങ്ങ് മാറും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഗ്ലോയിങ് സ്കിൻ കിട്ടണമെങ്കിൽ നല്ല കൊളസ്ട്രോൾ,
നല്ല കൊളസ്ട്രോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അത് സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന ഈ തൊലി ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മെംബ്രെയിൻ, ഈ ഓരോ സ്കിന്നിൻ്റെയും മെംബ്രെയിൻ, ഓരോ എപ്പിത്തീലിയലിന് മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലത് ഈ സംഭവമാണ്, നല്ല കൊളസ്ട്രോൾ. പക്ഷേ ഈ നല്ല കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ ഇല്ല എങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? കിട്ടുന്നതിന് ഇട്ടിട്ട് പണിയും. ഇതാണ് ഇവിടെ പറ്റുന്നത്. കിട്ടുന്നതിന് ഇട്ട് പണിയുമ്പോഴാണ് നമുക്ക് സോറിയാസിസ് വരുന്നത്, ഡെർമറ്റൈറ്റിസ് വരുന്നത്, എക്സീമ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം ഏറ്റവും നല്ല പോഷകപ്രധാനമായ ഭക്ഷണം. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്നതിലാണോ, അതോ ഇപ്പം നമ്മളിപ്പോൾ മഞ്ഞളാണേലും മഞ്ഞൾ, ഇപ്പോൾ വെജിറ്റബിൾസിന്റെ പീൽ, അതൊക്കെ നമ്മൾ മുഖത്ത് അരച്ചിടുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതാണോ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട്? ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് തന്നെയാണ്. കഴിക്കുന്നതിനോടൊപ്പം തന്നെ പുറമേ എന്ന് പറയുമ്പം എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, മോള് പറഞ്ഞില്ലേ, എക്സ്റ്റേണൽ ആയിട്ട് വി ആർ എക്സ്പോസ് ടു സോ മച്ച് ഓഫ് ടോക്സിൻ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിവെൻഷനാണ് നമ്മൾ പുറത്തിടുന്നത്. പുറത്ത് ഇങ്ങനെ പുരട്ടി ഇടുമ്പോഴത്തേക്ക് അത് അങ്ങനെ ഒരു പ്രിവെൻഷൻ വരും. അങ്ങനെ ഒരു മാസ്ക് പോലെയാണത് നമ്മുടെ പുറമേ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പക്ഷേ അകമേ ശരിയാക്കണം. അകമേ ശരിയാക്കുമ്പോൾ മാത്രമേ ആ കറക്റ്റായിട്ടുള്ള ഗ്ലോയിങ്ങും കറക്റ്റായിട്ടുള്ള ആൻറ്റി ഏജിങ് ഫാക്ടേഴ്സും വരുള്ളൂ.